വലൈക്കും സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽക്കം ബാക്ക് അഗൈൻ. നസീബാണ്. എന്താണ് നാട്ടിലൊക്കെ വിശേഷം? നല്ല മഴയാണല്ലേ. ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബിലെ ബദേശ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, അപ്പോൾ ജുമക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. കുറച്ച് നേരത്തെ ഇറങ്ങി നിങ്ങളോട് ഈ നാടിൻ്റെ ഒരു സാഹചര്യവും അവസ്ഥയും ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ. എന്തായാലും നിങ്ങളൊക്കെ തമ്മിൽ കണ്ടല്ലോ, ഈ ഗ്രാമത്തിലെ യുവാക്കളൊക്കെ യാത്രയായി. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അതായത് ഞാൻ ആദ്യ സമയത്ത് ഈ ബദേശയിൽ വന്ന സമയത്ത് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിരുന്നു ഇവരുടെ യാത്രയെക്കുറിച്ച്. അതായത് ഇവരുടെ ഒരു ജീവിത സാഹചര്യം എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരും കന്നുകാലികളെ വളർത്തി ജീവിക്കുന്നവർ, ഒരു കുടുംബം മൊത്തം. അതായത് ഒരു കുടുംബത്തിൽ ഉമ്മ ഉപ്പ അടങ്ങി ഒരു ഏകദേശം ഒരു 10 ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ കൂട്ടുകുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിത വരുമാനം എന്ന് പറയുന്നത് ഈ കന്നുകാലികളാണ്. പാൽ കറന്ന് വിറ്റ് ജീവിക്കുന്നവരാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ ഈ വീട്ടിൽ ഇവിടെ ഓരോ വീട്ടിലും 10ഉം 20ഉം ഒക്കെ കന്നുകാലികളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ചൂടിൻ്റെ സമയമായാൽ, അതായത് ഇപ്പോൾ അവർ യാത്ര പോയിട്ട് 3 മാസമായി, ഇനി ഏകദേശം 5 മാസം കൂടി കഴിഞ്ഞാലാണ് അവർ പിന്നെ തിരിച്ചു വരിക. അതായത് ഇവിടെ യാത്ര പോകുന്നതെന്ന് വെച്ചാൽ കണ്ടില്ലേ, നമ്മളന്ന് വീഡിയോ കണ്ട സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് കന്നുകാലികളായിരുന്നു. ഒരുപാട് എരുമകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലിപ്പം കണ്ട് നിങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ട ഇവർക്ക് ആവശ്യമുള്ള, അതായത് വീട്ടിലേക്ക് ആവശ്യമുള്ള പാലിനുള്ള കന്നുകാലികൾ മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കി എല്ലാ കന്നുകാലികളെയും കൊണ്ട് ഇവരുടെ മക്കൾ, യുവാക്കളായ മക്കൾ യാത്ര പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഓരോ വീട്ടിലിപ്പോൾ ഏകദേശം ഈ ഗ്രാമത്തിൽ എന്ന് പറയുന്നത് 10 വീടുകളുണ്ട്. അപ്പോൾ ഈ 10 വീടുകളിൽ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ പ്രായമായ ഉമ്മയും ഉപ്പയും അതോടൊപ്പം ചെറിയ സ്കൂളിൽ പോകുന്ന മക്കളും മാത്രമാണുള്ളത്. ബാക്കി ഇവിടുത്തെ യുവാക്കളൊക്കെ യാത്രയായിരിക്കുകയാണ് കേട്ടോ, ഈ കന്നാലികളെയും കൊണ്ട്. ഏകദേശം ഇപ്പം 3 മാസമായി അവർ പോയിട്ട്. അതിൻ്റെ ഇടയിൽ അവർ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ വന്ന് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞ് വീണ്ടും അവർ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ ഇവിടെ ഉള്ളത്. ഇത് കണ്ടില്ല നിങ്ങൾ, എരുമകൾ വരി വരിയായി വരുന്ന ഒട്ടകങ്ങൾ പാടുന്നില്ല. അപ്പോൾ ഉണ്ടല്ല, ഇതുപോലെ വരി വരിയായിട്ട് പിന്നെ ആണ് ഇവർ മേയിച്ച് കൊണ്ടുപോവുക, കിലോമീറ്ററുകളോളം. ഇവിടുത്തെ യുവാക്കളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇവർ 3 മാസമായി ഇപ്പം പോയിട്ട്. അവരിപ്പോൾ 100 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മേയിച്ച് 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 നടക്കും. എന്നിട്ട് എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ കിടന്നുറങ്ങും. അങ്ങനെ പോവുക ചെയ്യാം. അപ്പോൾ ഇവരെന്താ പോകാത്തതെന്ന് വെച്ചാൽ, ഈ ഒരു വീട്ടിലെ ആൾക്കാർ കുട്ടികൾ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർ രാവിലെ ഇവരിപ്പോൾ ഈ സമയത്ത് പോയാൽ അവർ തിരിച്ചു വരുന്നതെന്ന് വെച്ചാൽ പിന്നെ വൈകുന്നേരം 5 മണി ആ സമയമാകുമ്പോൾ തിരിച്ചു വരും. എന്നിട്ട് പാല് കറക്കും. അതാണ് ഇവർ ഈ കുട്ടികൾ, ചെറിയ കുട്ടികളുള്ള വീടുകളിലെ സാഹചര്യം എന്ന് പറയുന്നത്. യുവാക്കൾ എന്ത് ചെയ്യും, വലിയ വലിയ യുവാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫാമിലി അടക്കം അങ്ങനെ പോവുക ചെയ്യാം. അപ്പോൾ ഇവരുടെ ഒരു പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവർ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ വീട്ടിൽ പണ്ടൊക്കെ ഈ പശുക്കളുള്ള വീട്ടുകാർക്ക് അറിയാം, ഒരു പശുവിനെ നോക്കാൻ തന്നെ അല്ലെങ്കിൽ 2 പശുവിനെ നോക്കാൻ തന്നെ എത്രത്തോളം തീറ്റ വേണോ. പുല്ലൊന്നും കൊടുത്താൽ തന്നെ നമുക്ക് മതിയാവില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആവും. ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് 10, 20, 30 എരുമകളുള്ള വീടുകളുണ്ട്. അപ്പോൾ അതിറ്റിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, എന്ത് ചെയ്യണോ, പിന്നെ ഭയങ്കര ചിലവ് വരും. അപ്പോൾ ഇപ്പോൾ ഈ നമ്മളെ ഈ പഞ്ചാബിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗോതമ്പൊക്കെ വിളവെടുത്ത് അതിൻ്റെ കച്ചിയും പുല്ലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ തിന്ന് കൊടുത്ത് മേയിച്ച് അങ്ങനെ നടക്കുക ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. പിന്നെ വെച്ചാൽ ഇവരെക്കുറിച്ച് വേറെ പറയാനുള്ളത്, ഈ ഗുജ്ജർ മുസ്ലിമുകൾ എന്നാണ് ഇവരറിയപ്പെടുന്നത്. ഇവർ പിന്നെ ഇപ്പോഴാണ് ഓരോ സ്ഥലത്ത് പഞ്ചാബിൻ്റെ പല ഭാഗങ്ങളിലും സെറ്റായിട്ടുള്ളത്. പഞ്ചാബിൻ്റെ പല ഭാഗങ്ങളിൽ പോയി ഇവരുടെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. ജമ്മു കാശ്മീരിൽ നിന്നും അതുപോലെ ഹിമാചലിൽ നിന്നൊക്കെ കുടിയേറി വന്ന ഒരുപാട് ആൾക്കാർ. ഇവരെന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക, ഇങ്ങനെ തണുപ്പാവുമ്പം ഹിമാചലിൽ നിന്ന് പഞ്ചാബിലേക്ക് ഇറങ്ങും, ചൂടാകുമ്പോൾ അങ്ങോട്ട് കയറും. അങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ പഴയകാല സാഹചര്യം എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഇവർ ഓരോ സ്ഥലത്ത് ഇപ്പോൾ സ്വന്തമായിട്ട് ഭൂമി വാങ്ങിയിട്ട് സെറ്റിൽഡ് ആയവരുണ്ട്. അതുമല്ല വഖഫ് ബോർഡിൻ്റെ ഭൂമി താമസിക്കുന്നവരുണ്ട്. അതുമല്ല മറ്റ് ആളുകളുടെ ഭൂമിയിൽ വാടക കൊടുത്ത് താമസിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ
ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് 5-6 മാസം അങ്ങനെ പോകും. 5-6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരും. ആ ഒരു തണുപ്പൊക്കെ ആകുമ്പോൾ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരും കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതാ നിങ്ങളിവിടെ എല്ലാം കണ്ടെങ്കിൽ ഈ വീട്ടിലെല്ലാം ഇതാ ഈ ഏരിയയിലെല്ലാം ഇഷ്ടംപോലെ ഇതുണ്ടായതാ, എന്ത് എരുമകളും പോത്തുകളൊക്കെ. ഇനി അന്നത്തെ വീഡിയോ കണ്ടായിരിക്കും അറിയാം. പക്ഷെ ഒന്നുമില്ല, എല്ലാത്തിനെ കൊണ്ടും മേയിച്ച് പോയിട്ടുള്ളത്. ഇതാ 2 പശുക്കൾ മാത്രമുണ്ട്. ഇത് വീട്ടുകാർക്ക് ആവശ്യമുള്ള പാലിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നെ ഇതാ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ഇതാ ആ കാണുന്ന ആ വീട്ടിൻ്റെ മുമ്പിലും എന്തില്ല, എരുമകളൊന്നുമില്ല. ഈ വീടും പിന്നെ അതുപോലെ തൊട്ടപ്പുറമുള്ള വീടും തൽക്കാലം ഇവർ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നതിൻ്റെ ചുറ്റുപാടാണ് കേട്ടോ. കാരണം ഇവിടെ ഇവരെ മക്കൾ പെൺകുട്ടികളാണ്. പിന്നെ അതുപോലെ അപ്പുറത്തെ വീട്ടുകാരെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർ രാവിലെ ഒരു 9 മണി 10 മണിയാകുമ്പോൾ പോവും, തിരിച്ച് ഒരു 5 മണി ആവുമ്പോൾ വരുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ വേറെന്താ, ഇതുണ്ടല്ലേ നിങ്ങൾ മേയിച്ചുണ്ടാകുന്ന പിന്നെ എരുമകളൊക്കെ നമ്മുടെ പുഴ കീഴടക്കിയിട്ടുണ്ട് കേട്ടോ. പുഴ എന്നും പറഞ്ഞുകൂടെ, കനാല്. പിന്നെ ഇങ്ങനെ കിടക്കും. പിന്നെ അതാ കുട്ടികളെല്ലാം അവിടെ നിന്ന് കുളിക്കുകയും ചെയ്യും. ഇത് പ്രത്യേക ഒരു വൈബ് തന്നെ ആയിരിക്കും ഇങ്ങനെ പോവല്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇറ്റിങ്ങളൊക്കെ പിന്നെ കരക്കയറ്റി വീണ്ടും ഇവർ നടക്കും. ഇതാ കുറേ എണ്ണം ഇവിടെ ഇങ്ങനെ തീറ്റി നിന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇതുമായിട്ട് ഇങ്ങനെ വന്നവരാണ്. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും നടക്കും, വീണ്ടും പുഴയിലിറങ്ങും, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. അതാണ് മൊത്തത്തിലുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ യാത്രക്കാരുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇവരൊക്കെ യാത്ര പോയിരിക്കുകയാണ്, അതുകൊണ്ടൊരു രസമില്ല കേട്ടോ. യുവാക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ജോളിയായിരുന്നു. അവർ നല്ല സഹകരണമായിരുന്നു, നല്ലൊരു എന്താ പറയുക ഫ്രണ്ട്ലി മൈൻഡായിരുന്നു അവരൊക്കെ. അപ്പോൾ അവരൊന്നും ഇല്ലാത്തതുകൊണ്ടൊരു ചെറിയ ഒരു സുഖക്കുറവ് എന്നൊക്കെ പറയാം. അപ്പോൾ വേറെന്താ, പിന്നെ ഇവരെ ഈ പശുക്കളെ കൊണ്ട് പോകുമ്പോൾ അവർക്ക് ഭക്ഷണം വേണമല്ലോ. ഭക്ഷണം വേണം, അവരുടെ ആ പാലൊക്കെ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഇവർ ഇപ്പോൾ 7 വീട് 10ഓളം വീടുകളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ആ 10ഓളം വീട്ടുകാർ പാല് ശേഖരിക്കുന്നതിന് വേണ്ടി അവരുടെ കൂടെ ഒരു വണ്ടി ഉണ്ടാവും. എന്നിട്ട് എവിടെയാണോ പിന്നെ പോത്തുമായിട്ട് അല്ലെങ്കിൽ എരുമകളായിട്ട് എത്തിയിട്ടുള്ളത് അവിടെ നിന്ന് എന്ത് ചെയ്ത് പാല് ശേഖരിച്ചിട്ട് സൊസൈറ്റിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ ഇവരെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവരെ ഓരോ വീട്ടിലും ഇപ്പോൾ ഈ ഈ കന്നുകാലികൾക്ക് പുല്ല് കൊടുക്കാനൊക്കെ കുതിരവണ്ടി ഉണ്ട്. അപ്പോൾ ഈ കുതിരവണ്ടിയും ഇവരുടെ കൂടെ പോകും. ആ കുതിരവണ്ടിയിൽ പാത്രങ്ങൾ, അതുപോലെ പിന്നെ റൊട്ടി ഉണ്ടാക്കാനുള്ള ഗോതമ്പ്, ഇതൊക്കെ സെറ്റിൽഡായിരിക്കും ഇവർ യാത്രയിലുണ്ടാവുക. പിന്നെ യാത്ര പോകുന്നത് ആരെല്ലാം ചോദിച്ചാൽ ഇപ്പോൾ യുവാക്കളൊക്കെ ആകുമ്പോൾ മാരേജ് കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ ഭാര്യമാരൊക്കെ ഉണ്ടാവും. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഉമ്മയും ഉപ്പയും ഇവിടുത്തെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. അതൊക്കെയാണ് യാത്രയുടെ കഥകൾ എന്ന് പറയുന്നത്. വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കല്ലോ. ഇൻഷാല്ലാ എനിക്കൊരാഗ്രഹമുണ്ട് ഒരു 1-2 ദിവസം അവരുടെ കൂടെ ഇങ്ങനെ പോവുക, ഒരു യാത്രയിൽ ഇങ്ങനെ പങ്കാളിയാകാന്നൊക്കെ. പിന്നെ വേറെന്താ, അപ്പോൾ നല്ല വെയിലായി തുടങ്ങി കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ രാവിലെ പകൽ കൂടുതലും രാത്രി കുറവാണ്. അതായത് സൂര്യൻ 4:30 നമ്മുടെ സുബി ആ ടൈമായി ഒരു 5 മണിയാകുമ്പോൾ തന്നെ ഉദയം ഉണ്ടായി, പെട്ടെന്ന് തന്നെ സൂര്യൻ ഉദിക്കും. പിന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വൈകുന്നേരം 7:30-7:45 അപ്പോൾ പെട്ടെന്ന് നേരം വെളുക്കുകയും ചെയ്യും. ഭയങ്കര ചൂടുമാണ്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ല നിങ്ങൾ, നല്ല പുഴയൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ഇതിലെടുത്ത് ചാടും. കാരണം വെച്ചാൽ രാവിലെ ഇതിൽ ചാടുന്നതുകൊണ്ട് പ്രശ്നമില്ല. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ചാടിയാൽ കന്നുകാലികളൊക്കെ കുളിക്കാൻ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു വേസ്റ്റ് ആയിരിക്കും വെള്ളം. രാവിലെ ഒരു 8-9 മണിക്കെല്ലാം ഇറങ്ങിയാൽ ഒരു പ്രശ്നമില്ല. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നല്ല ശരിക്ക് നല്ല ഇത് എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശിൽ നിന്ന് മഞ്ഞുരുക്കിയിട്ട് വരുന്ന വെള്ളം കേട്ടോ. അതുകൊണ്ട് നല്ല തണുത്ത വെള്ളമായിരിക്കും. എന്തായാലും അടിപൊളിയാണ് പിന്നെ ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് കാഴ്ചകൾ, വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഗ്രാമത്തിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കും എന്തായാലും. പിന്നെ വേറെന്താ കൂടുതലായിട്ട് പറയാനുള്ളത്, എന്തായാലും തൽക്കാലം ജുമാക്ക് പോകാനായി. ഒരുപാട് ദൂരം പോകണ്ട കേട്ടോ ഇവിടെ ജുമാക്ക്. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ജുമാക്ക് വേണ്ടിയിട്ട് ഇവിടെ പോകാണ്ട്. ഒരാൾ മരിച്ചാൽ അയാളെ കബറടക്കാൻ 30 കിലോമീറ്റർ എന്ത് ചെയ്യണം, സഞ്ചരിക്കണം. അതാണ് ഇവിടുത്തെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.
അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം നിങ്ങളെ നല്ല നല്ല അഭിപ്രായങ്ങൾ, എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, പുതിയ പുതിയ രീതികളെക്കുറിച്ചും അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയാസുകളെക്കുറിച്ച് നിങ്ങൾക്ക് പങ്കുവെക്കാം കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ 100Kയിലേക്കുള്ള യാത്രയിലാണ്. വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.